കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് ധർമ്മം ജയിക്കാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ യുദ്ധം നിർത്താനുള്ള ആഗ്രഹമില്ലാത്ത അമേരിക്കയും ഇസ്രായേലും ഇറാനെ കൊണ്ട് വലിയ പാതകങ്ങൾ ചെയ്യിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം ശക്തമാകുന്നതിനിടെ ഇറാൻ അത്യാധുനിക മിസൈലുകൾ വിക്ഷേപിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ജെറുസലേമുമായും വാഷിങ്ടണുമായും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സജ്ജിൽ എന്ന മിസൈൽ പ്രയോഗിക്കുന്നത്. സജ്ജിൽ മിസൈൽ എന്ന് പറഞ്ഞാൽ സജ്ജിൽ, അഷൂറ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മിസൈലാണ്. അതിനെയാണ് സജ്ജിൽ എന്ന് പറയുന്നത്. ഇറാൻ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത 2 ഘട്ടങ്ങളുള്ള ബാലിസ്റ്റിക് മിസൈലാണിത്. ഖര ഇന്ധനമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതാണിപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഈ മിസൈൽ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽപ്പെടുന്ന ഇനമാണ്. ഇറാനിയൻ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം യുദ്ധം 3ാം വാരത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ സജ്ജിൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇറാൻ പുറത്തെടുക്കുന്നതും പ്രയോഗിച്ച് അമേരിക്കയെ ഭയപ്പെടുത്തുന്നതും. ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന ഈ മിസൈലുകൾ തയ്യാറാക്കാൻ മണിക്കൂറുകൾ എടുക്കുമെന്നിരിക്കെ മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപിക്കാവുന്ന സോളിഡ് ഫ്യൂവൽ മിസൈലായ സജ്ജിലിൻ്റെ പ്രയോഗം യുദ്ധം കൂടുതൽ കടുക്കുന്നതിൻ്റെ സൂചന തന്നെയാണ് നൽകുന്നത്. ഏകദേശം 700 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട് എന്ന് പറയുമ്പോൾ ഇത് വരുത്തുന്ന അപകടങ്ങൾ ചെറുതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ലിക്വിഡ് ഫ്യൂവൽ മിസൈലുകളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ വിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് ശത്രുക്കൾക്ക് ഇത് കണ്ടെത്താനോ തകർക്കാനോ ഉള്ള സമയം പോലും കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ശത്രുക്കളെ ലക്ഷ്യം വെച്ച് ഇത് പ്രയോഗിച്ചാൽ അവരുടെ നാശം കണ്ടു മാത്രമേ അടങ്ങൂ എന്നുള്ളതാണ് സത്യം. ഇത് വലിയ ആപത്തിലേക്കാണ് ലോകം നീങ്ങുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഉയരത്തിൽ വെച്ച് ദിശ മാറാനും പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനും കഴിയുന്നതിനാലാണ് ഇതിന് ഡാൻസിങ് മിസൈൽ എന്നൊരു പേരുകൂടി ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 18 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവുമുള്ള ഈ മിസൈലിന് 23,600 കിലോഗ്രാമാണ് ഭാരം എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം പ്രഹരശേഷി വഹിക്കാൻ കഴിയുന്നത് എന്നുള്ളതും വ്യക്തമാണ്. 1990കളിൽ നിർമ്മാണം ആരംഭിച്ച ഈ മിസൈലിൻ്റെ ആദ്യ പരീക്ഷണം 2008 തന്നെ നടന്നതാണ്. നമുക്കറിയുന്നത് പോലെ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിൽ ഇതുവരെ 2000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇങ്ങനെയുള്ള മിസൈലുകൾ പുറത്തെടുത്താൽ, വൻകിട ആയുധങ്ങൾ പുറത്തെടുത്താൽ ഇനി ഇതെവിടെ നിൽക്കുമെന്നുള്ളത് യാതൊരു ലക്ഷ്യവുമില്ല. ഇതിൽ ഭൂരിഭാഗവും ഇറാനിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുമുള്ള വ്യഗ്രത കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. ഇറാനിലെ 15,000-ഓളം ലക്ഷ്യസ്ഥാനങ്ങൾ തങ്ങൾ തകർത്തതായി അമേരിക്കയും പെൻറ്റഗണും അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. യുദ്ധം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഏകദേശം 2500 മറീനുകളുമായി US യുദ്ധക്കപ്പലായ USS ട്രിപ്പോളി ആ മേഖലയിൽ വിന്യസിക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ യുദ്ധം ഒട്ടും കുറവില്ല, ശമിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അതോടെയാണ് ഒരു കുരുക്ഷേത്ര യുദ്ധം എന്നുള്ള നിലയിൽ ഇപ്പോൾ ചില കടുത്ത നീക്കങ്ങളിലേക്ക് അവർ കടക്കുന്നത്. അതിൽ മിസൈലും ഉണ്ടായി എന്നുള്ളത് അല്പം ഭയപ്പെടുത്തുന്നത് തന്നെയാണ് ഈ ലോകത്തെ.